മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ കാട്ടാനക്കൂട്ടം ആക്രമിച്ചു. വിരിഞ്ഞ കൊമ്പൻ ഉൾപ്പെടെയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. കൂടുതൽ വിവരങ്ങൾ ജെയിൻ എസ് രാജു നൽകും. ജെയിൻ, കാട്ടാന ആക്രമണം ഉണ്ടാകാറുള്ള മേഖലയാണോ? അതോടൊപ്പം തന്നെ കാട്ടാനക്കൂട്ടം അവിടെ നിന്ന് പിൻവലിഞ്ഞോ? തീർച്ചയായിട്ടും കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. സാധാരണ പടയപ്പയാണ് ആ പ്രദേശത്ത് എത്താറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഇരികൊമ്പൻ എന്നറിയപ്പെടുന്ന മറ്റൊരു കൊമ്പൻ കൂടി പ്രദേശത്തു കൂടി കറങ്ങി നടക്കുന്നുണ്ട്. ഈ കാട്ടാന ഉൾപ്പെടുന്ന ഒരു സംഘമാണ് അവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഈ കാട്ടാന ആക്രമണത്തിൽ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു എസ്റ്റേറ്റ് മേഖലയാണ്, അതായത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ആന ഇറങ്ങിയത്. അതിനുശേഷം ഇത് സമീപ പ്രദേശങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ജനവാസ മേഖലയിൽ നിന്ന് പൂർണ്ണമായും കാട്ടാന മാറി എന്ന് പറയാനും കഴിയില്ല. എന്തായാലും വനം വകുപ്പ് അവിടെ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, നടയാർ മേഖലയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കാട്ടാനക്കൂട്ടമെത്തി ഓട്ടോറിക്ഷയ്ക്കാണ് കേടുപാടുകൾ ഉണ്ടാക്കിയത്. ആളുകൾക്ക് പരിക്കൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.